ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഒന്നാം ഇടമെന്ന് പറയുന്നത് പാലക്കാട് അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശം. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം 30 വയസ്സുള്ള ആദിവാസി യുവാവ് മധു. ഏറെ പരിചിതനാണ്. പത്രവാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2018 ഫെബ്രുവരി 22 സാംസ്കാരിക കേരളത്തിലെ നീതിമാന്മാര് ഈ മകനെ വിധിക്കുന്നുണ്ട്. അല്പം അരിയോ എന്തോ ഭക്ഷണ സാധനമോ മോഷ്ടിച്ചു എന്ന പേരിലാണ് ഇവനെ വിധിക്കുന്നത്. അവൻ്റെ സ്വന്തം കാട്ടിൽ നിന്ന് വലിച്ചിറക്കി അവൻ്റെ സുരക്ഷിതത്വം നഷ്ടമാക്കിക്കൊണ്ട് അവരവനെ റോഡരികിൽ പിലാത്തോസിൻ്റെ അരമേൽ ക്രിസ്തു എങ്ങനെയാണോ വിധിക്കായിട്ട് കൈകെട്ടി നിന്നത്, അതുപോലെ അവൻ്റെ കൈകളും ഭേദിച്ച് അവൻ്റെ കൈകളും കെട്ടിക്കൊണ്ട് അവനെ പരിഹസിച്ച് അവൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് അവനെ അവഹേളിച്ച് അവനും ആ ജനക്കൂട്ടം വിധി എഴുതുകയാണ്. ആ വിധി മരണമാണ്. ക്രിസ്തുവിനെ വിധിച്ച ജനക്കൂട്ടവും മധുവിനെ വിധിച്ച ജനക്കൂട്ടവും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും വിധിക്കപ്പെടാനല്ല, മറിച്ച് വിധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? നമ്മുടെയൊക്കെ തലമുറകളിൽ പലരെയും വിധിക്കാനായിട്ട് പല കാര്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. നിറത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, ദാരിദ്ര്യത്തിൻ്റെ പേരിൽ, അങ്ങനെ പല കാരണങ്ങളാൽ വിധിക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ക്രിസ്തുമുഖമായ മധുവും ക്രിസ്തുവും ഒന്നാം സ്ഥലത്ത് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ.